കുഴിക്കക്കൂസ് കുത്തിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. വേനൽക്കാലം ആഘോഷിക്കുവാനെത്തിയ പല കുടുംബങ്ങളും ഇന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ആലപ്പുഴ ബീച്ചിൽ വേനൽക്കാലത്ത് ആരംഭിച്ചിരുന്ന ഇതുവരെ പര്യവസാനിച്ചിട്ടില്ലാത്ത വണ്ടർഫാൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ കുളിച്ച് ഒരുപാട് കുട്ടികൾ ഇന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നിട്ട് പോലും കുട്ടികളെ രോഗം മാറ്റുവാൻ ലക്ഷങ്ങളാണ് ചിലവാക്കുന്നത്. എന്താ പറയുന്നത്, ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കുന്നവർ വേണം. ഇങ്ങനത്തെ പ്രോഗ്രാമിന് ഇത് നല്ല വെള്ളമാണോ? എൻ്റെ പേര് ബൈജു തോമസ്. എൻ്റെ സ്വദേശം വണ്ടിപ്പെരിയാറാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ചേർത്തലയിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു മെയ് 13 ആണ് ഞാൻ രണ്ടാമത്തെ തവണ അവിടെ വരുന്നത്. അതിനു മുമ്പും ഒരു പ്രാവശ്യം നമ്മുടെ വണ്ടർഫോൾസ് എന്ന് പറയുന്ന ഇത് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും വൈഫിനെയും കൊണ്ട് ഞാൻ അവിടെ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അന്നേരം അവധി സമയമായിരുന്നു. ഈ അവധി സമയത്തെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കാര്യമാണ്. അങ്ങനെയല്ല ഈ ആലപ്പുഴയിൽ അത്രയും വലിയൊരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ തവണ എനിക്കത് അത്ര ഒരു പന്തികേടായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഫാമിലിയും കൊണ്ട് വരാം. കുറേ പൂക്കളും ഈ വെള്ളച്ചാട്ടവും അതും ഇതും എല്ലാം കൂടെ കണ്ട് ഒന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് തിരിച്ച് വന്നു. 199 രൂപ മറ്റോ ആയിരുന്നു ഫീസ് ഒരാൾക്ക്. പിന്നെ കുട്ടികൾക്ക് വേണ്ട 150 ഉള്ളായിരുന്നു. അങ്ങനത്തെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമതും എൻ്റെ മകൻ്റെ പേര് ആദം എന്നാണ്. എൻ്റെ മകൻ 7 വയസ്സാകുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം അവന് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അവനെയും കൊണ്ട് വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ രണ്ടാമത്തെ തവണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ഒരു സ്മെല്ല് വ്യത്യാസം, അവിടുത്തെ വെള്ളത്തിന് ഒരു എരിച്ചിലടിക്കുന്നൊരു ഫീലുണ്ടല്ലോ, അങ്ങനെ ഒരു സ്മെല്ല് വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അന്നേരം. പക്ഷേ അത് അടുത്ത ഏതെങ്കിലും ബാത്റൂമിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളത് അന്നേരം വിട്ടു. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും തൊട്ട് കൊച്ചിന് ഈ കണ്ണിനടിവശം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു 2 ദിവസമല്ല, അന്ന് രാത്രി തൊട്ട് ചെറുതായിട്ട് മൂക്കൊലിപ്പും കാര്യങ്ങളുണ്ട്. അപ്പോൾ വൈഫും പറയുന്നുണ്ട്, അപ്പോൾ ഈ വെള്ളമൊക്കെ ഇത്രയും നേരം പറഞ്ഞിട്ട് കേൾക്കാതെ ഇത്ര നേരം വെള്ളം നനഞ്ഞല്ലേ, ഏതായാലും അത് ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്, ജലദോഷം വരും, മിണ്ടിപ്പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും തൊട്ട് കൊച്ചിൻ്റെ ഈ കണ്ണിൻ്റെ താഴ്വശം ഒന്ന് തടിച്ചു തുടങ്ങി. പിന്നെ അവന് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തുമ്മൽ. അപ്പോൾ പിറ്റേ ദിവസം ഇതെന്താണ് ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും ജലദോഷം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ നേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ, കിൻഡർ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നത്. അവിടെ അനന്ത സാറിനെ കൊണ്ട് കാണിക്കുന്നത്. പക്ഷേ അന്ന് തൊട്ട് കുറേ നാളത്തേക്കിനും ചെറുക്കനെ മാറുന്നില്ല. മിക്ക ദിവസവും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ കൂടി വരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അവൻ്റെ സ്റ്റൂള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും, മോഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അലർജിയാണ്, അതൊരു അമീബിക് ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതായത് ഡയറിയ. അപ്പോൾ ഞങ്ങൾ ആകപ്പാടെ പേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറുക്കൻ മിക്ക ദിവസവും ഹോസ്പിറ്റലാണ്. ഓരോ ദിവസവും ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരുന്നു, ഇടയ്ക്ക് കൊണ്ടുവരുന്നു അങ്ങനത്തെ ഒരു. ഇപ്പോൾ ചെറുക്കൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഇല്ലാത്ത ബ്രോങ്കൈറ്റീസ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അവന് ശ്വാസം മുട്ടൽ, ചുമ. ഇപ്പോൾ ഇന്നും വീട്ടിലിരുന്ന് ചുമക്കുന്നുണ്ട് രാവിലെ. ഈ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോലും പോയിട്ടില്ല. ഇന്നത്ര ഡേറ്റ്, എനിക്ക് തോന്നുന്നു ജൂൺ 20. ഇത്രയും ദിവസമായിട്ടും അവൻ ആ ഒരു പ്രശ്നം മാറിയിട്ടില്ല. അപ്പോൾ ആലപ്പുഴ വണ്ടർഫോൾസിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വന്ന് ഞങ്ങൾ 2 ദിവസം കൊണ്ട് 2 പ്രാവശ്യം വന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം വന്ന്, രണ്ടാമത്തെ പ്രാവശ്യം വന്നാണ് എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. 2 പ്രാവശ്യം വന്ന് ഞങ്ങളൊരു 1000-1500 രൂപയോളം അവിടെ സ്പെൻഡ് ചെയ്തു. മൊത്തത്തിൽ അവിടെ ഫുഡ് മേടിച്ചതും അതും എല്ലാം കൂടെ ചേർത്തിട്ട് അത്ര സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഇത് പോട്ടെ, ഈ 10,000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലുപരി എൻ്റെ കുറേ സമയങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം ഓരോ ദിവസം നോക്കുമ്പോൾ അവൻ മെലിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി. ഓരോ ദിവസം നോക്കുമ്പോഴും നമുക്ക് സങ്കടമാകുക. ഇതുപോലത്തെ ഒരു എന്താ പറയുന്നത്, നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇത് നല്ല രീതിയിലാണോ നല്ല വൃത്തിയായിട്ടാണോ പോകുന്നതെന്നുള്ളത് ഇവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സർക്കാരിനെ അല്ലെങ്കിൽ മറ്റുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെയൊന്നും അല്ല കുറ്റം പറയുന്നത്. ഇത് തീരുമാനിച്ചത് നമ്മൾ ഇങ്ങോട്ട് പൈസ മേടിക്കുന്നതിൽ മാത്രമല്ല, നമുക്ക് ടാക്സിനകത്തിലോ അല്ലെങ്കിൽ കുറേ പൈസ ഇങ്ങോട്ട് കിട്ടുന്നതിൽ മാത്രമല്ല, ജനങ്ങളുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ ഇനി ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും ഒരു ഇടപെടൽ വേണം ഇതിന്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.